ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പുതിയ സംഭവം കാണിക്കാൻ പോക്കാണ്. ചിലവർ കണ്ടിട്ടുണ്ടാവും, ചിലവർ കണ്ടിട്ടുണ്ടാവില്ല. കാണാത്തവർ കണ്ടോളി, കണ്ടവർ ഒന്നും കൂടി കണ്ടോളി. ഇതാണ് സംഭവം. അപ്പൊ എന്താണ് ഈ സംഭവം? ഇതെന്ന് പറഞ്ഞാല് കുതിർന്ന കശുവണ്ടിന്ന് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് കറി വെക്കാൻ ഇങ്ങനെ ഓരോ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ഇടുക. ഇത് കുതിർന്ന കശുവണ്ടിയാണ്. വിൽപ്പനയൊക്കെ കഴിഞ്ഞതിന് ശേഷം കശുവണ്ടി തോട്ടത്തിൽ നിന്ന് പെറുക്കിയെടുക്കുന്ന കശുവണ്ടി മഴ പെയ്ത് കുതിർന്നതാണ്. നമ്മളിങ്ങനെ പിളർക്കണം. ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അടർത്തിയെടുക്കണം. അതിന് ശേഷം ഇങ്ങനെ എടുക്കണം. ഇത് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് വീട്ടിൽ നിന്ന് വിത്തൗട്ട് കെമിക്കൽ എല്ലാം ഉണ്ടാക്കി എടുക്കുന്നത്. ഇത് ഈ പുക ഇതിൻ്റെ ഭാഗമൊന്നുമല്ല. എന്നാൽ ഇത് ആവശ്യം എന്താ വെച്ചാൽ കൊതുക് ഡെങ്കിപ്പനി വേണോ അല്ല ശ്വാസകോശ സ്പോഞ്ച് പോലെ ആകണമെന്ന് നമ്മൾ തീരുമാനിക്കാം. ഇപ്പം നമ്മളിപ്പം ഡെങ്കിപ്പനിക്കാണ് കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സ്പോഞ്ചായാലും സാരമില്ല, കൊതുക് കടി കൊള്ളാൻ വയ്യ. ഇതൊക്കെ പണ്ടൊക്കെ നമ്മൾ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് ഇങ്ങനെ തുണി വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊണ്ടുവന്നത്. ഇപ്പോഴാണ് ഈ ഗ്ലൗസ്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സാധനം കാണുന്നില്ലേ, ഈ ഒരു നെയ്യ് പോലത്തെ സാധനം, ഇത് കയ്യിൽ തട്ടിക്കഴിഞ്ഞാൽ പൊള്ളും. ചിലർക്ക് പൊള്ളൂല, എന്നാലും അത് ഫുള്ളൊരു ഫുൾ ബ്രൗൺ കളറായിട്ട് നമ്മളെ കൈ മുഴുവൻ വൃത്തിയിടും. ആ ബ്രൗൺ കളറ് കുറച്ച് നാൾ കഴിയും, ഒരു 2 ആഴ്ച കഴിഞ്ഞാണ് ഇത് പൊളിഞ്ഞു പോകാൻ വേണ്ടി. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലൗസ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് കാണിക്കുന്നത്, ഇത് വന്നിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റില്ല. ഇത് കറിയാക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മളിനി ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഊറ്റിക്കളഞ്ഞതിൻ്റെ തൊലി കളയണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് അമ്മായിത്തോട് എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിലെന്നാ പറയുകയെന്ന് ചോദിച്ചാൽ അത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ അമ്മായിത്തോട് നീക്കം ചെയ്തതിന് വെച്ചാൽ ഈ തോട്, ഇത് ബ്രൗൺ തോടില്ലേ, ഇത് ഭയങ്കര നെയ്യുള്ള സാധനം. ഇത് നീക്കം ചെയ്തതിന് ശേഷം വേണം നമ്മളിത് കറി വെക്കാൻ. കറി ഫ്രൈ ആക്കാൻ ചിക്കൻ പോലെ തന്നെ, ചിക്കൻ്റെ കൂട്ടൊക്കെ ചേർത്ത്, ചിക്കൻ കറീൻ്റെ കൂട്ടൊക്കെ ചേർത്തിട്ട് ചിക്കൻ കറി പോലെയാണ് ഇത് തയ്യാറാകും. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും, ചിക്കനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. ഫ്രൈയും ചെയ്യാം, എല്ലാം ചെയ്യാം. ഈ കശുവണ്ടിയിൽ വരുന്ന ഈ നെയ്യല്ലേ, ഇത് വന്നിട്ട് നമുക്ക് ഒരു ഔഷധ ഗുണമുണ്ട്. എന്നാന്ന് വിചാരിച്ചാൽ ഈ കാലൊക്കെ വെടിക്കൂലേ, കീറുന്ന മാതിരി തണുപ്പത്ത്, ആ സമയത്തെല്ലാം നമ്മളിത് ഇതിനകത്തൊരു ഈർക്കിൾ കൊള്ളി ഇങ്ങനെ കുത്തി വെച്ചിട്ട് അടുപ്പിൽ വെച്ച് ഇങ്ങനെ ചൂടാക്കുമ്പോൾ ഇതിങ്ങനെ നെയ്യ് വരും അങ്ങനെ. അപ്പോൾ ആ നെയ്യ് എടുത്തിട്ട് കാല് കീറിയ സ്ഥലത്തെല്ലാം വെച്ച് കഴിഞ്ഞാൽ, ഈ വിണ്ട് കീറുന്ന കാലിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. വേദനയെല്ലാം അപ്പം തന്നെ പോവും. 2-3 ദിവസം കൊണ്ട് കാല് നല്ല ക്ലിയർ ആവും. കുറച്ച് കളറ് വ്യത്യാസം ഉണ്ടാവും, മുന്നേ പറഞ്ഞ പോലെ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കശുവണ്ടി കറിയുമായി വരുന്നത് വരെ ബൈ.